ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെ AdMob ഇൻഡസ്ട്രീഷ്യൽ ആഡ്സ് യൂസ് ചെയ്യാമെന്നുള്ളതാണ്. ഞാനിപ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തൊരു പ്രൊജക്റ്റ് റൺ ചെയ്യുകയാണ്. ഇതിന് മുൻപത്തെ വീഡിയോയിൽ അത് ചെയ്തിരുന്നു. അത് റീസൈക്ലർ വ്യൂ ഡെമോ എന്ന് പറയുന്ന പ്രൊജക്റ്റാണ്. അതിൽ ഈ ലിസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ലിസ്റ്റ് ഡിസ്പ്ലേ ആകും. അതിൻ്റെ കോഡാണിത്. ഈ കോഡ് ഞാൻ ചേഞ്ച് ചെയ്താണ് ഈ പ്രൊജക്റ്റിലാണ് ഞാൻ AdMob ഇൻഡസ്ട്രീഷ്യൽ ആഡ്സ് യൂസ് ചെയ്യുന്നത്. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്, അത് കണ്ടാൽ മതി. ഓക്കെ, ഈ പ്രൊജക്റ്റിൽ ഒരു അഡാപ്റ്റർ ക്ലാസ് ഉണ്ട്. ഞാൻ അഡാപ്റ്റർ ക്ലാസ്സിലെ ഒരു ക്ലിക്ക് ലിസണർ ആഡ് ചെയ്യാൻ പോവാണ്. ഈ റീസൈക്ലർ വ്യൂവിൻ്റെ ഒരു റോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻഡസ്ട്രീഷ്യൽ അഡ് കാണുക. അതിനുശേഷം ആ ഇൻഡസ്ട്രീഷ്യൽ അഡ് ക്ലോസ് ചെയ്താൽ നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് നാവിഗേറ്റ് ചെയ്യുക. അതാണ് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഈ പ്രൊജക്റ്റ് ഇപ്പോൾ ഓൾറെഡി റണ്ണായി. നമ്മുടെ ആ മെയിൻ ആക്ടിവിറ്റി എടുത്ത് അതിൽ ഡിഫോൾട്ട് ലിസ്റ്റ് സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഈ സെറ്റ് അഡാപ്റ്റർ ലിസ്റ്റ് എന്നുള്ളത് ഈ ബട്ടൺ ഗ്രിഡിൻ്റെ ക്ലിക്ക് ലിസണറിന് താഴെ കൊടുത്തു. ഇനി നമുക്ക് എങ്ങനെ AdMob ഇൻഡസ്ട്രീഷ്യൽസ് യൂസ് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി AdMob ഇൻഡസ്ട്രീഷ്യൽ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ഇപ്പോൾ developers.google.com അതിൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്, നമുക്കത് റെഫർ ചെയ്യാം. ഇത് രണ്ട് രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ സ്റ്റാൻഡ് അലോൺ ഇതിൻ്റെ SDK യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ഫയർബേസിൻ്റെ പാർട്ടായിട്ട് വരുന്നുണ്ട്. ഫയർബേസ് ലൈബ്രറി ആയിട്ട് യൂസ് ചെയ്യാം. സിമ്പിളായിട്ടുള്ളത് ഫയർബേസ് ലൈബ്രറി യൂസ് ചെയ്യുന്നതാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. നമ്മുടെ പ്രൊജക്റ്റിൽ ടൂൾസ് എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ ഫയർബേസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റൈറ്റ് സൈഡിൽ ഫയർബേസ് അസിസ്റ്റൻറ്റ് ഓപ്പൺ ആകും. അതിൽ AdMob എന്നൊരു ഓപ്ഷൻ കാണും. AdMob സെലക്ട് ചെയ്യുക. ആഡ് എ ബാനർ അഡ് ടു യുവർ ആപ്പ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ഇവിടെ കണക്ട് ടു ഫയർബേസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രൗസർ ഓപ്പൺ ആകും. അവിടെ നമ്മളൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. എൻ്റെ പ്രൊജക്റ്റിൻ്റെ നെയിം റീസൈക്ലർ ഡെമോ ആണ്. ഞാനത് തന്നെ യൂസ് ചെയ്തു. ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. കണ്ടിന്യൂ ടാപ്പ് ചെയ്തു. ഇതിന് ഗൂഗിൾ അനലിറ്റിക്സ് യൂസ് ചെയ്യണമെന്നുള്ളത് ഓപ്ഷണലാണ്. ഞാനത് ഡിസേബിൾ ആക്കി കൊടുക്കാം. ഞാനത് എനേബിൾ ആക്കി തന്നെ കൊടുത്തു. കണ്ടിന്യൂ ചെയ്തു. അനലിറ്റിക്സ് ലൊക്കേഷൻ ഇന്ത്യ കൊടുത്തു. പിന്നെ അക്സെപ്റ്റ് ഗൂഗിൾ അനലിറ്റിക്സ് ടേംസ് കൊടുത്തു. ഓക്കെ, ഇനി ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുത്തു. ഇപ്പം നമ്മുടെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ആവുകയാണ്. ഇവിടെ ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ നമുക്കൊന്ന് നോക്കാം. അതിൽ നമ്മൾ കോഡിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ ഇത് ഇനിഷ്യലൈസ് ഒക്കെ ചെയ്യണം. അത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഈ സെറ്റ് കണ്ടൻറ്റ് വ്യൂ എന്നുള്ള കോഡ് നമ്മുടെ ആക്ടിവിറ്റിയിൽ വിളിക്കുന്നുണ്ട്. അതിന് താഴെ mobileads.initialize എന്നൊരു കോഡുണ്ട്. ഈ ലൈൻ നമുക്ക് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തു. നമ്മുടെ മെയിൻ ആക്ടിവിറ്റിയിൽ ഇപ്പം നമ്മുടെ പ്രൊജക്റ്റ് റെഡി ആയിട്ടുണ്ട്. കണ്ടിന്യൂ ടാപ്പ് ചെയ്തു. അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ലോഞ്ചിങ് വെബ് കണക്ട് ഫ്ലോ എന്നുള്ള ഒരു ഡയലോഗ് വന്നു. ഇപ്പോൾ അത് കണക്റ്റ് ആയി കഴിയുമ്പോൾ കണക്റ്റ് കൊടുത്തു. ഓക്കെ, യുവർ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ പ്രൊജക്റ്റ് ഈസ് കണക്റ്റഡ് ടു യുവർ ഫയർബേസ് ആൻഡ്രോയിഡ്. ഓക്കെ, അപ്പോൾ അത് കണക്റ്റഡ് എന്നുള്ളത് ടിക്ക് മാർക്ക് കാണിച്ചു. ഇനി ആഡ് AdMob ടു യുവർ ആപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ build.gradle പ്രൊജക്റ്റ് ലെവൽ build.gradle ഗൂഗിൾ സർവീസസ് എന്ന് പറയുന്ന ലൈബ്രറി ആഡ് ആവും. പിന്നെ നമ്മുടെ ആപ്പ് ലെവൽ build.gradle പ്ലഗ് ഇൻ ആഡ് ആവും ഗൂഗിൾ സർവീസിൻ്റെ. പിന്നെ ഫയർബേസ് അഡ്സിൻ്റെ ലൈബ്രറിയും കൂടി ആഡ് ആവും. ഓക്കെ, ഈ അക്സെപ്റ്റ് ചേഞ്ചസ് എന്നുള്ള ബട്ടൺ ടാപ്പ് ചെയ്യുക. നെക്സ്റ്റ് ബാനർ അഡ് എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളതാണ്. ഇത് നമുക്കിത് സ്കിപ്പ് ചെയ്യാം, കാരണം നമ്മൾ ഇൻഡസ്ട്രീഷ്യൽ അഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഞാനിപ്പോൾ ഓൺ ക്രിയേറ്റ് എന്നുള്ള ഫംഗ്ഷനകത്ത് മെയിൻ ആക്ടിവിറ്റിയിൽ സെറ്റ് അഡാപ്റ്റർ ലിസ്റ്റ് എന്നുള്ള ഈ കോഡ് വിളിച്ചതിന് താഴെ നമ്മുടെ മൊബൈൽ ആഡ്സ് ഇനിഷ്യലൈസ് ചെയ്യാനുള്ള കോഡ് കൊടുക്കുക. ഇവിടെ ഒരു മെസ്സേജ് കാണാൻ പറ്റും, ഗ്രേഡിൽ പ്രൊജക്ട് സിങ്ക് ഇൻ പ്രോഗ്രസ്. ഇപ്പോൾ നമ്മുടെ build.gradle ഫയലിൽ ചേഞ്ച് വന്നു. അതിനുശേഷം നമ്മുടെ പ്രൊജക്റ്റ് സിങ്ക് ആവുകയാണ്. ഓക്കെ,
അതുകൊണ്ടാണ് ഈ മെസ്സേജ് കാണിക്കുന്നത്. അതിൻ്റെ പ്രോഗ്രസ് ഇവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, നമ്മുടെ build.gradle പുതിയൊരു ലൈൻ ആഡായിട്ടുണ്ട്, ഫയർബേസ് അഡ്സ് എന്നുള്ളത്. അതിൻ്റെ വേർഷൻ ലേറ്റസ്റ്റ് ആയിരിക്കും 1950. ഇപ്പോൾ നമ്മുടെ ഫയർബേസിൻ്റെ ലൈബ്രറി പ്ലഗിൻ അപ്ഡേറ്റഡ് അല്ലെങ്കിൽ നമുക്കത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഫയൽസ്, സെറ്റിങ്സ്, അതിൽ പ്ലഗിൻസ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. ഇവിടെ നമ്മുടെ പ്ലഗിൻസ് ഒക്കെ ലിസ്റ്റ് ചെയ്യും. ഇവിടെ നമുക്ക് ഫയർബേസ് ഒന്ന് സെർച്ച് ചെയ്യുക. ഉണ്ട് ഇവിടെ ഫയർബേസ് സർവീസസ്. ഓക്കെ, ഇത് നമ്മുടെ ലേറ്റസ്റ്റ് ആണ്. ഇവിടെ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കുക, അതനുസരിച്ച് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ പ്രൊജക്റ്റ് സിങ്കിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മെയിൻ ആക്ടിവിറ്റിയിൽ നമുക്ക് ഈ കോഡ് യൂസ് ചെയ്യാം. ആണോ, ഇവിടെ mobileads.initialize എന്നുള്ള ഈ കോഡ് ഇവിടെ കൊടുത്തു. അതിനുശേഷം നമുക്ക് ഈ ഡോക്യുമെൻറ്റേഷൻ നോക്കിയാൽ അറിയാൻ പറ്റും. അതിന് താഴെ ഒരു ഇൻഡസ്ട്രീഷ്യൽ അഡിൻ്റെ ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്യണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ ലൈൻ നമ്മൾ കോപ്പി ചെയ്യുന്നു. ഈ recycler എന്നുള്ളത് ഡിഫൈൻ ചെയ്തതിന് താഴെ അത് കൊടുത്തു. അതിനുശേഷം സെറ്റ് അഡ് യൂണിറ്റ് ID എന്നുള്ളത് ഇത് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഈ പ്രൊജക്റ്റിൽ ഒരു അഡ് യൂണിറ്റ് ID സെറ്റ് ആയിട്ടുണ്ട്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ലൈവ് അഡ് യൂണിറ്റ്സ് യൂസ് ചെയ്യരുത്. നമ്മൾ ടെസ്റ്റിങ്ങിന് വേണ്ടി ഗൂഗിൾ തരുന്ന ഒരു അഡ് യൂണിറ്റ് ID ആണിത്. ഇൻഡസ്ട്രീഷ്യലിന് വേണ്ടി 712 ലാസ്റ്റ് എൻഡ് ചെയ്യുന്ന ഒരു ID ആണ്, അതേ യൂസ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഇത് അഡ്മോബ് അക്കൗണ്ടിനെ അത് ബാധിക്കും. അതുകൊണ്ട് ഇവിടെ സേഫ് ആയിട്ടുള്ള ഒരു മെത്തേഡെന്ന് വെച്ചാൽ, ഒരു കണ്ടീഷൻ നമ്മളിവിടെ ചെക്ക് ചെയ്യുക. if build config ഡോട്ട് ഈസ് ഡീബഗ്, ഇത് നമ്മുടെ ഈസ് ഡീബഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അല്ല, ഡീബഗ് എന്നൊരു ഓപ്ഷൻ. ഇത് നമ്മുടെ ബിൽഡ് അല്ലെങ്കിൽ APK ഫയൽ ഡീബഗ് മോഡിലാണെങ്കിൽ ഇത് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനൊരു എൽസ് കണ്ടീഷൻ കൊടുക്കുക. കണ്ടല്ലോ, ഇവിടുത്തെ അഡ് യൂണിറ്റ് ID നമ്മുടെ ലൈവിൻ്റെ ആയിരിക്കും. ഇവിടെ ഒരു കമൻറ്റ് ഞാൻ കൊടുത്തേക്കാം, ലൈവ് അഡ് യൂണിറ്റ് ID എന്ന് പറഞ്ഞാൽ, നമ്മുടെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അഡ്മോബിൻ്റെ പാനലിൽ നമുക്ക് ഒരു ഇൻഡസ്ട്രീഷ്യലിൻ്റെ ഒരു ID കിട്ടും, അത് ഇവിടെ കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ടെസ്റ്റിങ്ങിന് വേണ്ടി ഈ ഡീബഗ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മുടെ മാനിഫെസ്റ്റ് ഫയലിലൊരു ലൈൻ കൂടി നമ്മൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. അത് ഈ ആക്ടിവിറ്റി ഡിഫൈൻ ചെയ്തതിന് താഴെ ഒരു മെറ്റാഡാറ്റ നമ്മൾ ആഡ് ചെയ്യണം. അതിവിടെ കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ, മെറ്റാഡാറ്റ സാമ്പിൾ അഡ്മോബ് ആപ്പ് ID എന്ന് പറഞ്ഞൊരു ആപ്പ് ID ഉണ്ട്. അത് നമ്മുടെ ലൈവ് പ്രൊജക്റ്റിന് വേണ്ടി അത് ചേഞ്ച് ആയിരിക്കും. ഇതിപ്പോൾ സാമ്പിളാണ്, നമ്മൾ ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അത് ലാസ്റ്റ് 713 എൻഡ് ചെയ്യുന്നതാണ്. നമ്മൾ ഈ ലൈൻ ഇവിടെ റീപ്ലേസ് ചെയ്യുക. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലൈവ് ബിൽഡ് എടുക്കുമ്പോൾ അതിന് തൊട്ട് മുൻപ് ഈ വാല്യൂ നമ്മൾ ലൈവ് ആപ്പ് ID ആയിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അത് ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, പിന്നെ നമ്മുടെ പ്രൊജക്റ്റിലൊരു ഇൻ്റർനെറ്റ് പെർമിഷൻ കൊടുക്കേണ്ടതാണ്. യൂസസ് പെർമിഷൻ ഇൻ്റർനെറ്റ്, പിന്നെ യൂസസ് പെർമിഷൻ ആക്സസ് നെറ്റ്വർക്ക് സ്റ്റേറ്റ്. ഇപ്പം നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്സസ് നെറ്റ്വർക്ക് സ്റ്റേറ്റ് പെർമിഷൻ വേണ്ടത്. പിന്നെ ഒബ്വിയസ്ലി ഈ അഡ്സ് ലോഡ് ചെയ്യുന്ന ഇൻ്റർനെറ്റിൻ്റെ യൂസോടെ ആയിരിക്കും, അതുകൊണ്ട് ഇൻ്റർനെറ്റ് പെർമിഷൻ ആവശ്യമുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ ശ്രദ്ധിക്കാനുള്ളത്. നമുക്ക് ഈ കോഡ് അലൈൻ ചെയ്യാൻ വേണ്ടി ഫുള്ള് സെലക്ട് ചെയ്തു, കൺട്രോൾ ആൾട്ട് ആയി, ഇൻഡൻറ്റേഷൻ കറക്റ്റ് ചെയ്തു. ഇനി നമ്മുടെ മെയിൻ ആക്ടിവിറ്റിയിൽ നമ്മൾ സെറ്റ് അഡ് യൂണിറ്റ് ID കൊടുത്തു. ഇപ്പം നിങ്ങൾ ലൈവ് ബിൽഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ ലൈവ് അഡ് യൂണിറ്റ് ID കൊടുക്കുക. സെയിം കോഡ് തന്നെ വർക്കാകും. ഈ ഡീബഗ് എന്നുള്ളത് മാറ്റേണ്ട ആവശ്യമില്ല.
കാരണം റിലീസിൽ ഈ വാല്യൂ മാത്രമേ എടുക്കത്തുള്ളൂ, റിലീസ് ബിൽഡിൽ. ഓക്കെ, ഇനി നമ്മുടെ ഈ കോഡ് നോക്കിയാൽ അറിയാൻ പറ്റും. നമ്മൾ അഡ് യൂണിറ്റ് ഐ ഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു അഡ് റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അഡ്സ് ലോഡ് ചെയ്യിക്കണം. അതിൻ്റെ കോഡ് അടുത്ത ലൈനിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, അതിന് ശേഷം നമ്മൾ അഡ്സ് കാണിക്കണം. ആക്ച്വലി നമുക്ക് എവിടെ അഡ്സ് കാണിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ അഡാപ്റ്റർ ക്ലാസ്സിലാണ്. ഓക്കെ, നമ്മുടെ അഡാപ്റ്റർ ക്ലാസ് ഇതാണ്. ഈ മൈ അഡാപ്റ്റർ എന്നൊരു അഡാപ്റ്റർ ഉണ്ട്. ഓക്കെ, നമുക്ക് അതിന് ഇവിടേക്ക് നമ്മുടെ ആക്ടിവിറ്റി ക്ലാസ്സിൽ നിന്ന് വാല്യൂ പാസ് ചെയ്യണം. അതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഒരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യാം. പബ്ലിക് മൈ അഡാപ്റ്റർ ആർഗ്യുമെൻറ്റ്. ഞാൻ ആർഗ്യുമെൻ്റായിട്ട് ഇൻഡസ്ട്രീഷ്യൽ അഡ് പാസ് ചെയ്യുവാണ്. ഞാൻ ഇവിടെ ഒരു ഇൻഡസ്ട്രീഷ്യൽ അഡിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിന് പ്രൈവറ്റ് എന്ന് കൊടുക്കാം. ഇനി ദിസ് ഡോട്ട് ഇൻഡസ്ട്രീഷ്യൽ അഡ് ഈക്വൽ ടു ഇൻഡസ്ട്രീഷ്യൽ അഡ്. ഈ സെക്കൻഡ് പാരാമീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ആർഗ്യുമെൻ്റ് ആണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്തേക്കുന്ന ഒബ്ജക്റ്റാണ്. അതിന് ശേഷം നമുക്ക് ഈ നമ്മുടെ ഓൺ ബൈൻ വ്യൂ ഹോൾഡർ എന്നുള്ള ആ ഫംഗ്ഷനകത്ത് ഹോൾഡർ ഡോട്ട് ഐറ്റം വ്യൂ ഡോട്ട് സെറ്റ് ഓൺ ക്ലിക്ക് ലിസണർ, ന്യൂ ഓൺ ക്ലിക്ക് ലിസണർ. ഇതിനുള്ളിൽ നമുക്ക് ഈ ആഡ്സ് കാണിക്കാനുള്ള കോഡ് ചെയ്യണം. അതേതാണെന്ന് വെച്ചാൽ ഇതാണ്. if interstitial add is loaded. ഓക്കെ, ഇപ്പം നമ്മുടെ ഇവിടെ ഇൻഡസ്ട്രീഷ്യൽ അഡ് ഈസ് ലോഡഡ്. ഇൻഡസ്ട്രീഷ്യൽ അഡ് ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഡസ്ട്രീഷ്യൽ അഡ്സ് ഷോ ചെയ്യാൻ വേണ്ടിയുള്ള ഫംഗ്ഷൻ വിളിച്ചു. ഓക്കെ, അതിനുശേഷം താഴെ നോക്കിയാൽ അറിയാൻ പറ്റും. ഇവിടെ ഇൻഡസ്ട്രീഷ്യൽ അഡ് ഡോട്ട് സെറ്റ് അഡ് ലിസണർ ഓൺ അഡ് ക്ലോസ്ഡ്. ശരിക്കും ആക്ച്വലി അവരുടെ പോളിസി അനുസരിച്ച് അഡ്മോബ് അഡ് ക്ലോസ് ചെയ്തതിന് ശേഷമേ നമ്മൾ നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അവരുടെ പോളിസി വയലേഷനാണ്, നമ്മുടെ അഡ്മോബ് അക്കൗണ്ടിനെ അത് ബാധിക്കും. അതുകൊണ്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കോഡ് ഞാൻ അതിന് ശേഷം കൊടുക്കുകയാണ്. ഈ എൽസ് കണ്ടീഷന് ശേഷം നമ്മൾ ചെക്ക് ചെയ്യുക ഓൺ അഡ് ക്ലോസ്ഡ്. അഡ് ക്ലോസ് ആയിട്ടുണ്ടെങ്കിൽ അതിനുശേഷം നമ്മളിവിടെ നമ്മുടെ നെക്സ്റ്റ് ആക്ഷൻ, നമ്മൾ പുതിയ ആക്ടിവിറ്റി ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് വിളിക്കുക. നമുക്കതിനുവേണ്ടി പുതിയൊരു ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഈ പാക്കേജ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ ആക്ടിവിറ്റി, ഒരു എംപ്റ്റി ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്തു. ഞാൻ അതിന് ഡീറ്റെയിൽ ആക്ടിവിറ്റി എന്ന് കൊടുത്തു. ഡീറ്റെയിൽ ആക്ടിവിറ്റി ഫിനിഷ് ചെയ്തു. ഡീറ്റെയിൽ ആക്ടിവിറ്റിയുടെ കണ്ടൻറ്റ് നോക്കി അറിയാൻ പറ്റും. ഒരു കണ്ടൻറ്റും ഇല്ല. ഓക്കെ, അവിടെ വേണമെങ്കിൽ ഒരു ടെക്സ്റ്റ് വ്യൂ കൊടുക്കാം. അതിനൊരു ടെക്സ്റ്റ് കൊടുത്തു, ഡീറ്റെയിൽ ആക്ടിവിറ്റി. ഇത് കൺസ്ട്രെയിൻ ലേഔട്ടാണ്, അത് മാറ്റി ഞാൻ ലീനിയർ ലേഔട്ട് കൊടുക്കുകയാണ്. ഓറിയൻറ്റേഷൻ പ്രോപ്പർട്ടി കൊടുത്തു, ഓറിയൻറ്റേഷൻ വെർട്ടിക്കൽ. ഇവിടെ ക്ലോസിങ് ലീനിയർ ലേഔട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കിവിടെ ആ കോഡ് വിളിക്കാം. ഡീറ്റെയിൽ ആക്ടിവിറ്റി വിളിക്കുന്നു. ഓക്കെ, സ്റ്റാർട്ട് ആക്ടിവിറ്റി. വെറുതെ സ്റ്റാർട്ട് ആക്ടിവിറ്റി നമുക്കിവിടെ വിളിക്കാൻ പറ്റില്ല, കാരണം അതിനൊരു കോണ്ടെക്സ്റ്റ് ആവശ്യമുണ്ട്. അത് നമ്മൾ മെയിൻ ആക്ടിവിറ്റിയിൽ നിന്ന് പാസ് ചെയ്യണം. ഓക്കെ, നമ്മുടെ ഈ കോഡ് നോക്കിയാൽ അറിയാൻ പറ്റും. മൈ അഡാപ്റ്ററിൽ ഇപ്പോൾ ഇൻഡസ്ട്രീഷ്യൽ അഡ് പാസ് ചെയ്യണം. താഴെ ഗ്രിഡിൽ ഇത് തന്നെ ചെയ്യണം. ഓക്കെ, നമുക്ക് സെക്കൻഡ് പാരാമീറ്ററായിട്ട് ഒരു കോണ്ടെക്സ്റ്റ് പാസ് ചെയ്യണം. അത് മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ദിസ് എന്നുള്ളതാണ്.
അതേ കോഡ് തന്നെ ഇവിടെയും കൊടുക്കാം. ഇനി നമ്മുടെ ഈ കൺസ്ട്രക്ടറിൽ സെക്കൻഡ് ഒരു പാരാമീറ്റർ കൊടുക്കുക, കോണ്ടെക്സ്റ്റ് CXT എന്ന് കൊടുത്ത് നമുക്കിവിടെ കൊടുക്കാം കോണ്ടെക്സ്റ്റ് പ്രൈവറ്റ് കോണ്ടെക്സ്റ്റ് mContext. ഇനി നമുക്ക് this.mContext ഈക്വൽ ടു CXT എന്ന് കൊടുത്തു. ഓക്കെ, നമുക്കിനി mContext വിളിച്ചിട്ട് വേണം സ്റ്റാർട്ട് ആക്ടിവിറ്റി വിളിക്കാൻ. mContext ഡോട്ട് സ്റ്റാർട്ട് ആക്ടിവിറ്റി ഓഫ് ന്യൂ ഇൻഡൻറ്റ്. ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് കോണ്ടെക്സ്റ്റ് ആണ്, അത് mContext കൊടുത്തു. നെക്സ്റ്റ് എന്നാണ് ഡീറ്റെയിൽ ആക്ടിവിറ്റി ഡോട്ട് ക്ലാസ്. ഓക്കെ, ഇനി നമ്മുടെ മെയിൻ ആക്ടിവിറ്റിയിൽ എന്തോ എറർ ഉണ്ടെന്ന് നോക്കാം. അത് പോയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ അഡാപ്റ്റർ ക്ലാസ് ഇതാണ്. ഓക്കെ, സീംസ് എവറിത്തിങ് ഫൈൻ. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മുടെ AVD ഇതാണ്, ബാക്ക് അടിച്ചു, അതിലേക്കാണ് റൺ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ആവുകയാണ്. ഓക്കെ, ഗ്രേഡിൽ ബിൽഡ് റണ്ണിങ്. ആക്ച്വലി ഇൻഡസ്ട്രീഷ്യൽ അഡിന് ഒരുപാട് പോളിസീസ് ഉണ്ട് അത് യൂസ് ചെയ്യുന്നതിന്. റെക്കറിങ് ആയിട്ടൊക്കെ യൂസ് ചെയ്താൽ സപ്പോസ് ഒരു മിനിറ്റ് 2-3 പ്രാവശ്യമൊക്കെ കാണിച്ചാൽ അത് അവരുടെ പോളിസി വയലേഷനാണ്. അപ്പം നമ്മളത് മാനേജ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് അഡ്മോബിൻ്റെ കൺസോളിൽ ഒരു ഓപ്ഷൻ കൊടുക്കാൻ പറ്റും, ഫ്രീക്വൻസി കാപ്പിങ് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇപ്പോൾ 2 മിനിറ്റിൽ അല്ലെങ്കിൽ 5 മിനിറ്റിൽ ഒരു ഇൻഡസ്ട്രീഷ്യൽ അഡേ കാണാവുള്ളൂ, അങ്ങനെയൊക്കെ നമുക്ക് അവിടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കോഡിൽ തന്നെ ഒരു ഷെയർഡ് പ്രിഫറൻസ് യൂസ് ചെയ്ത് ലാസ്റ്റ് അഡ് കാണിച്ച ടൈം എടുക്കുക, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇത്ര 2 മിനിറ്റ് ആയോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം അഡ് കാണിക്കാം. അങ്ങനെ ചെയ്തെങ്കിൽ പോളിസി വയലേഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽഡായിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. തൽക്കാലം ഇത് ഞാനൊരു ബേസിക് ഇംപ്ലിമെൻറ്റേഷനാണ് കാണിക്കുന്നത്. കുറച്ചുകൂടെ റിഫൈൻ ചെയ്തൊരു ഈ കോഡ് തന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്താൽ നമുക്ക് ഈ പോളിസി വയലേഷനൊക്കെ ഒഴിവാക്കി ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് റൺ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ റോയിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ, പ്രൊജക്റ്റ് ക്ലോസ് ആയി. എന്തോ മിസ്സിങ് ആണ്, എന്തോ എററുണ്ട്. ഓക്കെ, അറ്റംപ്റ്റ് ടു ഇൻവോക്ക് വിർച്വൽ മെത്തേഡ് ലോഡഡ് ഓൺ നൾ ഒബ്ജക്റ്റ് മൈ അഡാപ്റ്റർ 51. ഓക്കെ, ഇവിടെ എന്താണ് ഇഷ്യൂ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ നൾ പോയിൻ്റർ എക്സെപ്ഷൻ ആണ് വരുന്നത്. നമ്മുടെ മെയിൻ ആക്ടിവിറ്റി ചെക്ക് ചെയ്യാം. നമ്മുടെ ഇവിടെ എന്താ ഇഷ്യൂ സംഭവിച്ചതെന്ന് വെച്ചാൽ, നമ്മൾ ഈ സെറ്റ് അഡാപ്റ്റർ ലിസ്റ്റ് എന്നുള്ള കോഡ് ആദ്യം വിളിച്ചു. അത് ഞാൻ ഇവിടുന്ന് മാറ്റി കൺട്രോൾ കട്ട് ചെയ്തു. ഈ ഇൻഡസ്ട്രീഷ്യൽ ലോഡ് അഡ് വിളിച്ചതിന് ശേഷം ഞാനത് കൊടുത്തു. ആക്ച്വലി എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ അഡാപ്റ്റർ ക്ലാസ് വിളിച്ചു, അതിലേക്ക് ഈ ഇൻഡസ്ട്രീഷ്യൽ അഡിൻ്റെ ഒബ്ജക്റ്റ് പാസ് ചെയ്തു. അതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് വാല്യൂ സെറ്റ് ചെയ്യുന്നത്, സെറ്റ് അഡ് യൂണിറ്റ് ID ഒക്കെ ഇത് ഇനീഷ്യലൈസ് ചെയ്യുന്നതൊക്കെ. അതുകൊണ്ട് നൾ പോയിൻ്റർ എക്സെപ്ഷൻ വന്നു. ഞാൻ അതുകൊണ്ട് ഈ ലൈൻ സെറ്റ് അഡാപ്റ്റർ ലിസ്റ്റ് എന്നുള്ള ഈ ലൈന് ഇവിടുന്ന് കട്ട് ചെയ്ത് അതിന് ശേഷം കൊടുത്തു. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മുടെ പ്രൊജക്റ്റ് റൺ ആവുകയാണ്. ഇപ്പോൾ ഇത് ഫിക്സ് ആയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ അഡാപ്റ്റർ ക്ലാസ്സിൻ്റെ കോഡ് നോക്കിയാൽ അറിയാൻ പറ്റും. നമ്മളവിടെ ലിസ്റ്റിൽ ക്ലിക്ക് ലിസണറിലാണ് അഡ് കാണിക്കാനുള്ള കോഡ് വിളിക്കുന്നത് ഈഫ് കണ്ടീഷനിൽ. എൽസിൽ വേണമെങ്കിൽ നമുക്ക് ഇത് തന്നെ കൊടുക്കാം, ഈ പുതിയ ആക്ടിവിറ്റി വിളിക്കാനുള്ള കോഡ്. അവിടെ ഒരു ഡീബഗ് ലോഗ് ഉണ്ട്, ടാഗ് ഇൻഡസ്ട്രീഷ്യൽ വാസ് നോട്ട് ലോഡഡ്. ഇൻഡസ്ട്രീഷ്യൽ ലോഡായില്ലെങ്കിൽ അവിടെ നമുക്ക് ഈ സ്റ്റാർട്ട് ആക്ടിവിറ്റി വിളിക്കാം. ഒബ്വിയസ്ലി അത് അഡ് കാണിച്ചില്ലെങ്കിൽ സെറ്റ് അഡ് ലിസണർ കൊടുത്ത് അതിൽ അഡ് ക്ലോസ്ഡ് എന്നുള്ളത് റൺ ആകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ എൽസ് കണ്ടീഷനിൽ കൂടെ സ്റ്റാർട്ട് ആക്ടിവിറ്റി വിളിച്ചത്. ഓക്കെ, നമ്മുടെ പ്രൊജക്റ്റ് റണ്ണായി. ഇനി നമുക്കൊന്ന് നോക്കാം. ഞാൻ റോയിൽ ക്ലിക്ക് ചെയ്തു. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രീഷ്യൽ അഡ് കാണുന്നുണ്ട്. ഞാനത് ക്ലോസ് ചെയ്തു.
അപ്പം റീസൈക്കിൾ ഡെമോ ഡീറ്റെയിൽ ആക്ടിവിറ്റി എന്നുള്ള സെക്കൻഡ് ആക്ടിവിറ്റി ഓപ്പൺ ആയി. ഞാൻ ബാക്ക് അടിച്ചു. ഓക്കെ, വീണ്ടും ക്ലിക്ക് ചെയ്തപ്പോഴും ഉടൻ തന്നെ ഇൻഡസ്ട്രീഷ്യൽ ആഡ് വന്നു. പക്ഷേ ആക്ച്വലി അതൊരു പോളിസി വയലേഷനാണ്. ലൈവായിട്ട് നമ്മളത് ചെയ്യാൻ പാടില്ല. എങ്ങനെ അത് നമുക്ക് ഫിക്സ് ചെയ്യാമെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. കാരണം ഇത് അല്ലെങ്കിൽ ഒരുപാട് ലെങ്തി ആയിപ്പോവും. ആക്ച്വലി നമ്മളൊരു 120 സെക്കൻഡിന് ശേഷം മാത്രമേ നെക്സ്റ്റ് ആഡ് കാണിക്കാവുള്ളൂ. അതാണ് പോളിസി. അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു യൂട്ടിൽസ് എന്നൊരു ക്ലാസ് ഞാൻ ഡിഫൈൻ ചെയ്യും. അതിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു 5 തവണ അടുപ്പിച്ച് 5 തവണ എന്തെങ്കിലും ആക്ഷൻ യൂസർ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. പ്രോഗ്രാമാറ്റിക്കലി ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ പോളിസി വയലേഷൻ ഒഴിവാക്കാൻ പറ്റും. ഞാൻ അങ്ങനെ ചെയ്യണമെന്നാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഉടൻ തന്നെ ഇതിനൊരു സെക്കൻഡ് വേർഷൻ ചെയ്യാം. അതിൽ ഈ പോളിസി വയലേഷൻസ് എന്തൊക്കെ വരാം, അതെങ്ങനെ ഫിക്സ് ചെയ്യാമെന്നൊക്കെ ഉള്ളതിനെ പറ്റി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയാം. എന്തായാലും വീഡിയോ കണ്ടതിന് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.